ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പാരൻസിന് എന്തെങ്കിലും റോളുണ്ടോ? കുട്ടികളല്ലേ, അവരങ്ങനെ പഠിച്ചാണ്ട് പോയിക്കോളും. അത് ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പറഞ്ഞു വിട്ടതല്ലേ ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ സ്കൂളിൽ തന്നെയായിരുന്നില്ലേ, എനിക്ക് ടീച്ചർമാരൊക്കെ നോക്കിക്കോളും എന്ന് ചിന്തിക്കുന്ന ചില പേരൻസ് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. സത്യത്തിൽ ഒരു കുട്ടിയുടെ വിജയത്തിൽ, പ്രത്യേകിച്ച് SSLC +2 ഒക്കെ കാലഘട്ടത്തിൽ പാരൻസിന് ഒരു വലിയ റോളുണ്ട്. പല പാരൻസും അത് മറന്ന് അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക, എന്നിട്ട് കുട്ടികളുടെ നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവർ നിർബന്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. എന്നാൽ പാരൻസിന് എന്ത് റോളാണുള്ളത്? ഇവിടെ കുട്ടിയുടെ വിജയത്തിൽ പാരൻസും ടീച്ചേഴ്സും കുട്ടിയും 3 പേരും ചേർന്നാൽ മാത്രമേ കുട്ടിയുടെ വിജയം കരഗതമാകുകയുള്ളൂ. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് പാരൻസ് അവർക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ സൗകര്യം ഇട്ട് കൊടുത്തിട്ട് ബാക്കി അവർ പിന്മാറുന്നു എന്നുള്ളത് അങ്ങനെ പോരാ. പാരൻസിന് വലിയ റോളുണ്ട്. എന്തൊക്കെയാണ് പാരൻസിൻ്റെ റോളെന്ന്? ഒന്നാമതായിട്ടും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല റൂം, അവിടെ നല്ല ലൈറ്റും നല്ല വായു സഞ്ചാരമൊക്കെ ഉള്ള നല്ല റൂം ഒരുക്കി കൊടുക്കണം. തന്നെയുമല്ല, കുട്ടി ഇരിക്കുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്ത് നിന്ന് ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം. അല്ലെങ്കിൽ കുട്ടി പുറത്തേക്കൊക്കെ ഇടയ്ക്ക് ശ്രദ്ധ പോവുകയും പുറത്തുള്ള ആളുകളുടെ സംസാരം കേൾക്കുകയും കുട്ടിയുടെ ശ്രദ്ധ പോകാൻ സാധ്യത ഇല്ലാത്ത ഒരു നല്ല റൂം കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമതായിട്ട് കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ കിട്ടുന്ന വലിയ ഒരു ഗുണത്തെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക. പഠിക്കുക എന്നുള്ള പറയുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം എന്നറിയാം. പ്രത്യേകിച്ച് ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കണ സമയത്ത് പഠിച്ചിട്ട് വലിയ ഒരു സ്ഥാനത്തൊക്കെ എത്തിയിട്ടുള്ള ബന്ധുക്കളെ ആയിട്ടുള്ള കുട്ടികളെയോ പിന്നെ അയൽപ്പക്കക്കാരായിട്ടുള്ള കുട്ടികളെയോ ഒക്കെ ഒന്ന് എടുത്ത് പറയുമ്പോൾ അതുപോലെ നിനക്കും ആവാൻ വേണ്ടി ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കടന്നു വരാനുള്ളൊരു പ്രേരണ ഉണ്ടാവും എന്നുള്ളതാണ്. കുട്ടി മോട്ടിവേറ്റഡ് ആവും എന്നുള്ളത്. അപ്പോൾ ഒരു മോട്ടിവേറ്ററായിട്ടും പാരൻസിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനിയും ചില കുട്ടികളാണെങ്കിൽ തളർന്നു പോകുന്ന കുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്ന് പറയുമ്പോൾ അവർക്കൊരു പേടി, വരാൻ പോകുന്ന പരീക്ഷ എങ്ങനെ അഭിമുഖീകരിക്കുന്ന പേടിയുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് റിമൈൻഡ് ചെയ്യണം നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഇമോഷൻ നിറഞ്ഞുകൊണ്ട് ഒരു പേടിച്ചുകൊണ്ട് അവർക്കത് മറന്നു പോവുകയാണ്. എന്നാൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റിൽ ഒരുപാട് സക്സസ് നേടിയിട്ടുള്ള കുട്ടിയാണ്. പ്രത്യേകിച്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടിയാണ്. അതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത് ആ കുട്ടിയെ ധൈര്യപ്പെടുത്തുന്നുള്ള, പണ്ട് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള ഒരു റിമൈൻഡറായിട്ട് പാരൻസിന് ഇവിടെ പ്രവർത്തിക്കാമെന്നുള്ളതാണ്. കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും പാരൻസിന് വലിയ റോളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ, ഇപ്പോൾ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ അമ്മയാണല്ലോ സത്യത്തിൽ നിരാശപ്പെട്ടു വന്ന കുട്ടിയെ ധൈര്യപ്പെടുത്തുന്നത്, കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ റോള്, സ്നേഹത്തോടു കൂടിയുള്ള അമ്മയുടെ റോള് തീർച്ചയായിട്ടും ആ കുട്ടിയെ വലിയൊരു സയൻറ്റിസ്റ്റാക്കി മാറ്റി എന്നുള്ളതാണ്. നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ റോളുണ്ട്. കുട്ടിയെ ഒരു ബാക്കപ്പ് കൊടുക്കുന്നത് വാക്കിലൂടെയും മറ്റു പ്രവർത്തികളിലൂടെ ഒക്കെ തന്നെ കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ ഏതൊരു പാരൻസ് വിചാരിച്ചാലും സാധിക്കും. പരീക്ഷാക്കാലത്ത് കുട്ടിയുടെ ഫുഡ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണെന്നുള്ളതാണ്. മറ്റ് കാലങ്ങളെ പോലെ തന്നെ പരീക്ഷാക്കാലത്ത് ഇങ്ങനെ വളരെ ഹെവി ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഉറക്കം വരും, കുട്ടിക്ക് ക്ഷീണം ഉണ്ടാവും, അത് മെമ്മറിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഫുഡ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫുഡ്, ലൈറ്റ് ഫുഡൊക്കെ കൊടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കാം. കുട്ടികൾ ഒരു പക്ഷേ നിർബന്ധിക്കും ലൈസ് പോലുള്ള ഭക്ഷണം വേണം, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണം വേണം, കൂടുതൽ ഫ്രൈ ആയിട്ടുള്ള ഭക്ഷണം വേണം എന്നൊക്കെ നിർബന്ധിച്ചാലും കുട്ടിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെ പക്ഷേ കുറച്ച് ലൈറ്റായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. ഫുഡിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടിയെ നിർബന്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് ബ്രേക്ക് കൊടുക്കാൻ പലപ്പോഴും ചില പാരൻസ് കാണിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, ഇരുന്ന് പഠിക്കാൻ നിർബന്ധിക്കുന്നുള്ളതാണ്. മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുമ്പോൾ എന്താണ്ടാവും? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യം എടുത്ത് നോക്കി നോക്കൂ. കമ്പ്യൂട്ടർ ഇങ്ങനെ കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോൾ അത് ഹാങ് ആവും. ഇടയ്ക്കൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഇതുപോലെ നമ്മളുടെ തലച്ചോറ് അത് തന്നെയാണ്, ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണല്ലോ നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ബ്രേക്ക് എടുത്ത് പഠിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കണം എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ ഇരുന്ന് കാരണം പണ്ടൊക്കെ കുട്ടിയെ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് കുട്ടി എണീറ്റ് പോകില്ല, അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ആ കുട്ടിയെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ കൂടുമ്പോൾ എണീറ്റ് നടക്കാൻ നിർബന്ധിക്കും. ഒന്ന് പുറത്ത് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വാ എന്ന് മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തോളും. അപ്പോൾ ബ്രേക്ക് വളരെ നിർബന്ധമാണ്. കാരണം ഈ പഠിച്ചതൊക്കെ ഒതുക്കി വെക്കണമെങ്കിൽ ബ്രെയിനിൽ ഒതുക്കി വെക്കണം, തീർച്ചയായിട്ടും ബ്രേക്ക് ആവശ്യമാണെന്നുള്ളത്.
അല്ലെങ്കിൽ അത് നമ്മുടെ തലച്ചോറ് ഹാങ് ആവും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് എടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം സമയാസമയങ്ങളിൽ എന്നുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഉറക്കവും ഉണരലും. ചിലവരൊക്കെ മടിയന്മാരാണ്, പരീക്ഷയുടെ സമയത്തും ഉറക്കവും ഉണരും എന്നൊക്കെ പറഞ്ഞ് തോന്നിയ പോലെ തന്നെയാണെന്നുള്ളത്. അവിടെയും പാരൻസിന് ഇടപെടാം. അവർ ഉറങ്ങുന്ന സമയം കൃത്യമാക്കുക, അതുപോലെ തന്നെ എണീക്കേണ്ട സമയം ഒന്ന് എണീപ്പിക്കുക, അവരൊന്ന് വിളിച്ചുണർത്തുക എന്നുള്ളതാണ്. അവിടേക്ക് ഒരു പാരൻസിൻ്റെ ശ്രദ്ധ വളരെ അനിവാര്യമാണ്. തന്നെയുമല്ല, കുട്ടികളെ ഈ പരീക്ഷയുടെ സമയത്തെങ്കിലും ഈ പാരൻസൊക്കെ ആഘോഷങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. കുട്ടികൾക്കും താല്പര്യമുള്ള കാര്യമാണ് ഈ ഫെസ്റ്റിവൽസിനൊക്കെ പോകും. കാരണം അതൊരു സീസണാണ്, ഫെസ്റ്റിവലിൻ്റെ സീസണാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഫെസ്റ്റിവലും മതി. അത് പാരൻസും അവരോടൊപ്പം തന്നെ അണിചേരുന്നതാണ് നല്ലത്. അപ്പോൾ കുട്ടിയുടെ പരീക്ഷയാണ്, അതുകൊണ്ട് കുട്ടിയെ കൊണ്ടുപോയില്ല, പക്ഷേ പാരൻസും മറ്റുള്ള സിബ്ലിങ്സൊക്കെ ആഘോഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു നിരാശ ഉണ്ടാക്കും. അതുകൊണ്ട് പരീക്ഷയുടെ സമയത്ത് വീട്ടിലുള്ള എല്ലാവരും അത് ഹോളിഡേ തന്നെ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്നുള്ള നിലയ്ക്ക് ഈ തരത്തിലുള്ള ഈ ഫെസ്റ്റിവൽസൊക്കെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഒഴിവാക്കാനാവാത്തതാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ ബാക്കിയുള്ളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ടി വി കാണുന്നതും മറ്റ് എൻ്റർടൈൻമെൻറ്റിലൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതാണ്. ഈ 1-2 മാസമാണല്ലോ ഉള്ളത്. മറിച്ച് കുട്ടിയിരുന്ന് പഠിക്കുക സമയത്ത് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മറ്റു സിബ്ലിങ്സൊക്കെ നല്ല അടുത്ത റൂമിൽ വെച്ചിട്ട് ടി വി ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുക, നല്ല ശബ്ദം കേൾക്കുക. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ ആ സമയങ്ങളിലൊക്കെ ഒരു സൈലൻസ് ഉണ്ടാക്കി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ കുറച്ച് പരീക്ഷയുടെ സമയത്ത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഈ കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്, ശ്രദ്ധിച്ചാൽ നല്ലതാണെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയുടെ സമയത്ത് ചില പാരൻസിൻ്റെ രീതിയാണല്ലോ ഈ വഴക്ക് കൂടുക എന്നുള്ളത്. കപ്പിളിൻ്റെ രീതിയാണല്ലോ വഴക്ക് കൂടുക, ദമ്പതികൾ അവിടെ വഴക്ക് നിൽക്കില്ലല്ലോ. പക്ഷേ ഈ പരീക്ഷയുടെ സമയത്തെങ്കിലും അതൊന്ന് നിർത്തി വെക്കണം. ഒരു വെടിനിർത്തൽ ആവശ്യമാണ്. വഴക്ക് കൂടുന്ന ഒച്ചയും ബഹളമൊക്കെ വെച്ചിട്ടുള്ള വഴക്ക് കൂടുന്ന പാരൻസൊക്കെ ഉണ്ട് പല കുടുംബങ്ങളിൽ. അത് കുട്ടികളെ ബാധിക്കാറുണ്ട്. ഞാൻ ഒരിക്കൽ ഇതുപോലെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി നല്ല ബ്രൈറ്റാണ്, നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ, പക്ഷേ നിരാശപ്പെട്ടു വരുന്നു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയും വഴക്കാണ്, അത് എൻ്റെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കും, മാർക്ക് കുറയും, ഒരുപക്ഷെ പരാജയപ്പെടും. അതുകൊണ്ട് പാരൻസ് വഴക്ക് കൂടാതെ സൂക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്കും നല്ലൊരു പാരൻ്റായിട്ട് ഒരു ടീച്ചറെ പോലെ തന്നെ കുട്ടിയെ മാർക്ക് വാങ്ങിക്കുന്നതിൽ സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.